വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് പ്രത്യേകിച്ച് അങ്ങനെ ടോപ്പിക്കില്ല. നിങ്ങൾ ഇപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ എനർജി, ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ, ഇതൊക്കെ വച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. റീസണായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിംഗ് എടുക്കുക. കാർഡ്സ് നോക്കാം. Turning in, slowing down, new vision, ഇത് താഴെ വീണ കാർഡാണ്. ഗൈഡൻസ് എന്നുള്ള കാർഡാണ് വന്നിട്ടുള്ളത്. മൊമെന്റ് ടു മൊമെന്റ്, ലവേഴ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് പേഷ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഏസ് ഓഫ് വോൺസ്, 3 ഓഫ് കപ്സ്, ടവർ, ജഡ്ജ്മെന്റ്. Five of Swords, Queen of Pentacles, Ace of Swords, 9 of Wands, Page of Swords, Eight of Cups, Hermit, 7 of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. റീഡിങ്ങിലോട്ട് പോകാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലേക്ക് വന്നത് നിങ്ങളെ പേർപ്പസുമായിട്ട് കണക്റ്റ് ആക്കാനാണ് എന്നുള്ളതാണ് ഇവിടെ ടവറും ജഡ്ജ്മെൻറ്റും കാണിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെ നേടിയാലും നിങ്ങൾക്കൊരു എന്തോ ഒരു പൂർണ്ണത ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇവിടെ 5 ഓഫ് സോർഡ്സൊക്കെ കാണിക്കുന്നത്. അതായത് ലൈഫിൻ്റെ ഒരു പകുതി മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ, ബാക്കി പകുതി എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു, അത് നിങ്ങൾക്ക് എത്തുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യാത്തതിന് പലരും വിചാരിക്കുന്നത് അത് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറുടെ ഒരു കുറവാണ് എന്നാണ് ഇവിടെ പലരും മനസ്സിലാക്കി വച്ചേക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വച്ചേക്കുന്നത്. അതായത് ഒരു വ്യക്തി ഉണ്ടെങ്കിലാണ് എനിക്ക് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവൂ എന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡായി നിൽക്കുന്ന നിങ്ങളുടെ ലവറോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ആ ആളെയാണ് നിങ്ങളവിടെ മിസ്സിങ് പാർട്ടായിട്ട് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ മിസ്സിങ് പാർട്ട് എന്ന് പറയുന്നത് അതല്ല. നിങ്ങൾ എന്തോ ഒരു പേർപ്പസ് ചെയ്യാനുണ്ട്, അതാണ് നിങ്ങളുടെ മിസ്സിങ് എനർജി ആയിട്ട് വരുന്നത്. പിന്നെ പലർക്കും ഒരു മനസ്സറിഞ്ഞ് ഒരു സന്തോഷിക്കാൻ പറ്റാത്തൊരു അവസ്ഥയും കൂടി കാണിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. ഏസ് ഓഫ് വോൺസും ടവറും ഹെർമിറ്റും ഒക്കെ കാണിക്കുന്നത് അതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്ന ടേണിങ് ഇന്നും കാണിക്കുന്നത് അതാണ്. ന്യൂ വിഷൻ, ഇതൊക്കെ കാണിക്കുന്നത് അത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എന്തോ ഒരു പേർപ്പസ് ചെയ്യാനുണ്ട്, ആ പേർപ്പസ് നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നില്ല. അത് കണക്റ്റ് ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു മിസ്സിങ് ഫീൽ വരുന്നത്. അത് കണക്റ്റ് ആയ ആൾക്കാരുണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. അത് അവരുടെ പേർപ്പസ് ആണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതിലോട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വരുന്നതാണ് കാണിക്കുന്നത്. അതാണ് ഇവിടെ 9 ഓഫ് വോൺസ് കാണിക്കുന്നത്. അതിലോട്ട് എത്താൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ആ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് അതിലോട്ടേക്ക് കണക്റ്റ് ആവാൻ പറ്റാത്തത്, നിങ്ങളുടെ ഗോളിലേക്ക്. ഈ ഒരു ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്തിലാണോ അറ്റാച്ച്ഡായി നിൽക്കുന്നത് അതിൽ നിന്നും ഡിറ്റാച്ച്ഡായി നിൽക്കണം എന്നാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സൊക്കെ കാണിക്കുന്നത് അതാണ്.
അതായത് പിന്നെ ഇവിടെ പേജ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റൊന്നിലോട്ട് മറ്റുള്ളവരെ വീക്ഷിക്കലും പിന്നെ മറ്റുള്ളവരെ എന്ത് കരുതുമെന്ന് വിചാരിച്ച് നിങ്ങളവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ നിൽക്കുന്നുണ്ട്. ആ ഒരു ഇതിന് വരാൻ കാരണം നിങ്ങൾക്ക് അവരോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണ്. അതായത് നിങ്ങൾ ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ളൊരു ഫിയർ നിങ്ങൾക്കുണ്ട്. അവർ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഫിയർ. മേ ബി ഒരു ജോലി വിട്ട് മറ്റൊരു ജോലിയിലേക്ക് പോകാനായിരിക്കാം. അങ്ങനെ എന്തും ആവാം. അതൊരു ജോലീൻ്റെ കാര്യം തന്നെ ആവണമെന്നില്ല, എന്തും ആവാം. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. ആ ലക്ഷ്യം നിങ്ങളുടെ പേർപ്പസ് ആയിട്ടാണ് വരുന്നത്. അതിനാണ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ നിങ്ങൾക്കിവിടെ ക്ഷമ കാണുന്നില്ല. ആ ക്ഷമയില്ലാത്തത് കൊണ്ട് ടു ഓഫ് വോൺസിലൊക്കെ ഇവിടെ ബോട്ടം ഓഫ് ദ ഡക്ക് ടു ഓഫ് വോൺസും പേഷ്യൻസുമാണ് ബോട്ടം ഓഫ് ദ ഡക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ഷമയും ഇല്ല, മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ്ങും ആയിട്ടാണ് കാണുന്നത്. ഈ ക്ഷമയാണ് ആദ്യം വേണ്ടത്. അതായത് ഒരു അമാവാസിയിൽ നിന്നും ഒരു പൗർണമിയിലേക്ക് എത്തുന്ന ഒരു പീരീഡ് ഉണ്ട്. ആ ഒരു പീരീഡ് മൂൺ ഒന്നും ഇല്ലായ്മയിൽ നിന്നും വളർന്ന് വന്നാണ് ആ ഒരു ഫുൾ മൂണിലേക്ക് എത്തുന്നത്. അതായത് ന്യൂ മൂണിൽ നിന്ന് ഫുൾ മൂണിലേക്ക് എത്തുന്ന ഒരു കാലയളവുണ്ട്. അവിടെ വളർച്ച എന്ന് പറയുന്നത് പതിയെയാണ് ഉണ്ടാവുന്നത്. അവിടെ പേഷ്യൻസ് ആണ് ആവശ്യം. അതുപോലെ തന്നെയാണ് ഒരു ഗർഭിണി. ആ ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ നിന്നും വളർന്ന് അത് വലുതാവുന്ന അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയം എത്ര ക്ഷമയോടെയാണ് ഒരു അമ്മ കാത്തിരിക്കുന്നത്. അതുപോലെ വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പം 0 ആയിരിക്കും, പക്ഷേ വളരാനുണ്ട്. ആ വളർച്ച നിങ്ങളെ പൂർണ്ണതയിലോട്ട് എത്തിക്കും എന്നാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് ഓവറോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റുമോ ആ ഒരു ക്ഷമ അവിടെ വേണം. ക്ഷമ മാത്രമല്ല, നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ക്ഷമയും വേണം. പിന്നെ മറ്റുള്ളവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവണം. മറ്റുള്ളവരിൽ നിന്ന് മാത്രമല്ല, എന്തിനോടാണോ നിങ്ങൾ അധികം അറ്റാച്ച്ഡായി നിൽക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിന്നും നിങ്ങൾ ഡിറ്റാച്ച്ഡായി നിൽക്കണം. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ക്ഷമയും ഡിറ്റാച്ച്ഡ് ആവലും. ഇതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എന്താണോ ലക്ഷ്യം വച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പൂർണ്ണമായും എത്താൻ പറ്റുമെന്നുള്ളത്. പിന്നെ പലരും ഇവിടെ റിലേഷൻഷിപ്പിൽ അറ്റാച്ച്ഡായി നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഫീല് വരുന്നത്. നിങ്ങൾക്കുള്ള മിസ്സിങ് പാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ലവർ ആണ് എന്നുള്ളൊരു ഫീല് വരുന്നത്. അങ്ങനെയല്ല, അത് നിങ്ങളുടെ തോന്നൽ മാത്രമായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത്. പിന്നെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിൽ നിന്ന് റിക്കവർ ചെയ്യാത്ത ആൾക്കാരെയും കാണുന്നുണ്ട്. ഇപ്പോഴും അതിൽ തന്നെ സ്റ്റക്കായിട്ട് എന്നെ അങ്ങനെ ചെയ്തല്ലോ, ഞാൻ ചതിക്കപ്പെട്ടല്ലോ എന്നുള്ള ഒരു തോന്നലും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയിലോട്ടേക്കാണ് പോകാൻ താല്പര്യം. അതുതന്നെയാണ് നിങ്ങൾ പോയി കണക്റ്റ് ആവുന്നതും നിങ്ങളിലേക്ക് വരാനുള്ളതും ആ സമൃദ്ധിയാണ്. പക്ഷേ നിങ്ങൾ എത്രത്തോളം പണം സമ്പാദിച്ചാലോ എന്തൊക്കെ അച്ചീവ് ചെയ്താലോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു പാർട്ടായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നിങ്ങൾക്ക് എന്തൊക്കെ ഈ ഭൂമിയിലുള്ള എന്തൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തി നിങ്ങളിലേക്ക് വരില്ല. അത് എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരിത് വരും. എല്ലാം നേടിക്കഴിഞ്ഞാലും അവിടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ജയിച്ചു നിന്നാലും തോറ്റു നിൽക്കുന്ന ഒരവസ്ഥ. ആ ഒരു സംഭവം വരുന്നത് ഓരോരാളും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു നിയോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവർക്ക് അവരവരുടേതായ നിയോഗം ഉണ്ടാവും. ആ ഒരു നിയോഗത്തിലാണ് ആ ഒരു മിസ്സിങ് ഫീൽ വരുന്നത്. അതായത് ആ നിയോഗം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, ആ നിയോഗത്തിലോട്ട് കണക്റ്റ് ആയാൽ മാത്രമേ അവിടെ ഫുൾഫിൽമെൻ്റ് ഉള്ളൂ. അതായത് മെറ്റീരിയൽ വേൾഡും സ്പിരിച്വൽ വേൾഡും ബാലൻസ് ചെയ്തിട്ട് പോകണം എന്നാണ് കാണിക്കുന്നത്. ഒരാൾക്ക് മെറ്റീരിയൽ വേൾഡിൽ മാത്രമായിട്ട് എല്ലാം നേടിക്കഴിഞ്ഞാലും അവിടെ ഫുൾഫിൽമെൻ്റ് ഇല്ല. ഒരാൾക്ക് സ്പിരിച്വലായിട്ട് എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും അവിടെയും ഫുൾഫിൽമെൻ്റ് ഇല്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നിടത്താണ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് ഇവിടെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും കൂടിയാണ്. അല്ലാതെ സ്പിരിച്വാലിറ്റിയും പേർപ്പസും മാത്രമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയല്ല. നമ്മുടെ ലൈഫ് പേർപ്പസിന് മാത്രമല്ല നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത്. സ്പിരിച്വലാകാൻ മാത്രമല്ല നമ്മളിവിടെ ജനിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മളിവിടെ ഓരോ കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അച്ചീവ് ചെയ്യാൻ മാത്രമല്ല ജനിച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൊണ്ടുപോകണം.
അതിനാണ് നമുക്കൊരു ശരീരം. ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളും ഉണ്ടാവണം, പിന്നെ സോളിന് വേണ്ട കാര്യങ്ങളും ഉണ്ടാവണം. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ട് പോകണം. അതായത് ശരീരം എന്ന് പറയുന്നത് ഫെമിനൈൻ എനർജിയാണ്. ഒരു ഫെമിനൈന് വേണ്ട എല്ലാം അവിടെ ഫുൾഫിൽ ആകണം. അതുപോലെ തന്നെ മാസ്കുലൈൻ എനർജിക്കും അവിടെ സ്പിരിച്വാലിറ്റി ഫുൾഫിൽ വേണം. എന്നെങ്കിൽ മാത്രമാണ് അവിടെ ഒരു ബാലൻസ് നടക്കൂ. ഈ ബാലൻസിലാണ് ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ഇത് വരുന്നത്. അതിനാണ് നിങ്ങൾക്കിവിടെ പേഷ്യൻസ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഓവർ തിങ്കിങ് അവിടെ നിന്ന് മാറാനുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സെലിബ്രേറ്റിംഗ് മൂഡൊക്കെ മാറി നിങ്ങൾ റിയാലിറ്റി എന്താണെന്നുള്ളതിൽ കണക്റ്റ് ആവും. മായ എന്താണെന്നുള്ളത് മനസ്സിലാക്കും. ആ മായ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മായേൻ്റെ ഒരു മറയുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ നിങ്ങളുടെ റിയൽ സെൽഫുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റും. മായ എന്ന് പറയുന്നത് സത്യത്തിലേക്കുള്ള നമ്മുടെ വഴിയിലോട്ട് ഒരു മറയായി നിൽക്കുന്നതാണ് മായ. നമ്മൾ ഒരിക്കലും സത്യം എന്താണെന്ന് മനസ്സിലാവരുതെന്ന് കരുതി നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇല്യൂഷനാണ് നമ്മൾ ഈ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ. അപ്പോൾ അതാണ് മായ എന്ന് പറയുന്നത്. ഈ മായ എന്ന് പറയുന്നത് അവിടെ നിലനിർത്തിയിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡാണ്. അതായത് മായേൻ്റെ പില്ലറാണ് നമ്മുടെ മൈൻഡ്. ഈ മൈൻഡാണ് അവിടെ മായേനെ അവിടെ താങ്ങി നിർത്തുന്നത്. മൈൻഡ് നമുക്ക് കൺട്രോളിൽ വന്നു കഴിയുമ്പോൾ മായയ്ക്ക് പിന്നെ അവിടെ സ്ഥാനമില്ല. നമുക്കൊരു തിരിച്ചറിവ് വരും ഇതൊക്കെ മായയാണ് എന്നുള്ളത്. മായേനെ നമ്മളിൽ നിലനിർത്തുന്നത് നമ്മുടെ മൈൻഡാണ്. ആ മൈൻഡ് പില്ലറായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ഇത് മനസ്സിലായി കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ലൈഫ് പേർപ്പസിലോട്ടേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ശരിക്കും നമ്മൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മൈൻഡ് പില്ലറായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ആ സമയത്താണ് നമ്മൾ മൈൻഡൊക്കെ കൺട്രോൾ ചെയ്യാനും മൈൻഡിനെ ഒരു ബാലൻസിൽ നിർത്താനും. ഈ സമയത്ത് എന്ന് പറയുന്നത് നമ്മളെ മൈൻഡ് നമ്മുടെ ബാലൻസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. ഇങ്ങനെ അട്രാക്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ സമയത്തൊക്കെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റായിട്ട് വരുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്കൊരു വിവേകം ഉണ്ടാവും. അതായത് ഇന്നതാണ് ചിന്തിക്കാൻ പറ്റുക എന്നുള്ളത്. ആ മൈൻഡ് കൺട്രോളിൽ വന്നില്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവായ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആയി പോകും. അതായത് മൈൻഡിൽ നമ്മളെപ്പോഴും പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല നെഗറ്റീവായ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളും നമ്മളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരും. അതും മാനിഫെസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ ലൈഫിന് അത് സാരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് മൈൻഡ് എപ്പോഴും പില്ലറാണ്, മായേൻ്റെ പില്ലറാണെന്ന് മനസ്സിലാക്കി അവിടെ ആ സമയത്ത് മൈൻഡിനൊരു കൺട്രോൾ വരും, അവിടെ വിവേകം വരും. അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ ചിന്തകളിൽ കൺട്രോൾ വരുമ്പോൾ അവിടെ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മാനിഫെസ്റ്റേഷൻ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം മാനിഫെസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പലരുടെയും തേർഡ് ഐ ഓപ്പണിങ്ങിനെ കുറിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ ആരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഒരു ഗ്രോത്തും വരുന്നില്ല, എല്ലാം സ്റ്റക്കായിപ്പോയി, എല്ലാം ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. അത് കാര്യം തന്നെയാണ്. കാരണം ഇവിടെ എല്ലാം സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ആ സ്ലോ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പേഷ്യൻസും വന്നിരിക്കുന്നത്. ഈ സ്ലോ ആയിട്ടുള്ള ഈ സമയം നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിന് നല്ലതിലോട്ടേക്ക് കണക്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു സ്ലോ ആയിട്ട്. ഈ സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതിലൂടെയാണ് നല്ലതിലേക്ക് കണക്റ്റ് ആവുന്നത്, പ്യൂരിറ്റിയിലേക്ക് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് എല്ലാം സ്ലോ ആയി വരുന്നത്. പിന്നെ നിങ്ങൾ ലോകത്തെ കാണുന്നത് നിങ്ങളുടെ ന്യൂ വിഷനാണ്. അതായത് ഇന്ന് വരെയും നിങ്ങൾ കാണാത്തൊരു കണ്ണിലായിരിക്കാം നിങ്ങൾ പിന്നെ ലോകത്തെ കാണുന്നത്. മറ്റുള്ളവരെയൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നുണ്ടാവാം മുന്നെയൊക്കെ. പക്ഷേ ഇനി വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരവരുടേതായ കർമ്മയുണ്ട്. ഇവരെല്ലാം നിങ്ങളിലേക്ക് വരുന്നത് ഒരു സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരും. ആ സമയത്ത് നിങ്ങൾ ലോകത്തെ കാണുന്ന ആ ഒരു കാഴ്ചയിൽ നിങ്ങൾക്ക് മാറ്റം വരും. ആ സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവായ കാര്യമാണെങ്കിലോ പോസിറ്റീവ് ആണെങ്കിലോ വ്യക്തികളും നെഗറ്റീവ് ആണെങ്കിലോ എല്ലാറ്റിനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഈ അക്സെപ്റ്റൻസിലൂടെയാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അതായത് പടിപടിയായിട്ട് നിങ്ങൾ വളരുന്നത്. ആരെയും ജഡ്ജ് ചെയ്യുന്നില്ല. എല്ലാറ്റിൻ്റെയും കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഓരോ വ്യക്തികളും നിങ്ങളിലേക്ക് വരുന്നത് സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്.
ആരും എത്ര മോശമായിട്ട് നിങ്ങളോട് പെരുമാറുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ കർമ്മ ഹീലാക്കി തരുവാണ് അവർ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വോണ്ടഡായി നിൽക്കുന്ന പല ട്രോമാസും പുറത്ത് കൊണ്ടുവരുവാണ് അവർ ചെയ്യുന്നത്. അതുവഴി നിങ്ങൾക്ക് അവിടെ ഹീലിംഗ് ആണ് സംഭവിക്കുന്നത്. അങ്ങനെ ഹീലിംഗ് സംഭവിക്കുന്നതിന് കാരണം അവരുമായിട്ടുള്ള സോൾ കോൺട്രാക്റ്റിൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ആരൊക്കെ എന്തൊക്കെ ദ്രോഹങ്ങളും എത്രയൊക്കെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം സോൾ കോൺട്രാക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് വരും. ഈ തിരിച്ചറിവിലാണ് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ബോധം വികസിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രോത്താണ് ഉണ്ടാവുന്നത്. ഈ സമയത്ത് നിങ്ങളിലേക്ക് നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണറും നിങ്ങളിൽ വന്ന് കണക്റ്റ് ആവുമെന്ന് മനസ്സിലാവുന്നുണ്ട്. ജഡ്ജ്മെൻറ്റ് ശരിക്കും അവിടെ ഇല്ലാതാവുന്നുണ്ട്. നിങ്ങളുടെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിന് ക്ഷമ വേണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓവർ തിങ്കിങ്ങും ഒഴിവാക്കണം എന്നുള്ളത്. പിന്നെ ഡിറ്റാച്ച്ഡായി നിൽക്കുക, ഒന്നിനോടും അധികം അറ്റാച്ച്ഡ് ആവരുത്. എല്ലാവരെയും ഡിറ്റാച്ച്ഡായി നിന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മേ ബി അത് നിങ്ങളുടെ ഹയർ സെൽഫ് നിന്നായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡിൽ നിന്നോ ഏഞ്ചലോ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു റലത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ആ ഒരു റലത്തിൽ നിന്ന് ഗൈഡൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് ഇല്യൂഷൻ വരുന്നത്. മീൻസ് നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റൊരു റലത്തിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ് ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. നിങ്ങൾക്ക് എന്താണോ ഒരു തോന്നലായിട്ട് വരുന്നത് അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് തെറ്റായ ഒരു വഴിക്ക് നിങ്ങളെ കൊണ്ടുപോവില്ല. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഒരു ഗൈഡൻസ് ആണ്. ആ ഇൻഡ്യൂട്ടീവ്ലി കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഗൈഡൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ നോക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജീൻ്റെ ഒരു പ്രസൻസും കൂടി കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ പ്രൊട്ടക്ഷൻ എടുക്കാത്തത് കൊണ്ടായിരിക്കാം, നിങ്ങളെ ഓർഡർ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാത്തത് കൊണ്ടായിരിക്കാം നെഗറ്റീവായിട്ടുള്ള ഒരു ഗൈഡൻസ് പോലെ നിങ്ങൾക്ക് എന്തോ കിട്ടുന്നത്. അത് 2 തരം ഇവിടെ വന്നിട്ടുണ്ട്. കൂടുതൽ പേർക്കും പോസിറ്റീവായിട്ടാണ്. ചില സ്പിരിച്വലായ ആൾക്കാർക്ക് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ട്. അത് വന്നിരിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ഏഞ്ചൽസോ അങ്ങനെയുള്ള ഡെവിൾസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഇതിൽ നിന്ന് വന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ഓർഡർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.